ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ കർത്താവ് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മഹാനിയോഗത്തെ സംബന്ധിക്കുന്ന പാഠങ്ങൾ ചിന്തിച്ച് വരികയായിരുന്നല്ലോ. മഹാനിയോഗത്തിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കാനിടയായിട്ട് തീർന്നത്. സാക്ഷ്യം വഹിക്കണം എന്നുള്ളതായ നിയോഗം കർത്താവ് ആവർത്തിച്ച് നൽകിയിരുന്നു എന്നുള്ളത് നാം കാണുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. ആ ബന്ധത്തിൽ സാക്ഷ്യം വഹിച്ച ഒരു മാതൃകാ പുരുഷനെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയാൻ പാടില്ലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒത്തിരി വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആരാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? പിറവിയിലെ കുരുടനായിരുന്നവൻ സൗഖ്യം പ്രാപിച്ച് അവൻ കർത്താവിനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം തിരുവചനത്തിലെ ചരിത്രത്തിൽ വളരെ മനോഹരമാണ്, മാതൃകാപരമാണ് എന്നുള്ളതായ കാര്യം നമ്മൾ കാണുകയായിരുന്നു. എങ്ങനെ സാക്ഷ്യം വഹിക്കണം എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടു. ശക്തിയോടെ സാക്ഷ്യം വഹിക്കണം. അതിൻ്റെ ചില വിശദാംശങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പരിശുദ്ധാത്മ നിറവിൻ്റെ ശക്തിയോടെ നമുക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവാനും അങ്ങനെ മനോഹരമായ സാക്ഷ്യം വഹിപ്പാനും നാം ഒരുക്കപ്പെടും എന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ നിയോഗത്തോടുള്ള വിശ്വസ്തത നിർവഹിക്കുമാറ് ആത്മനിറവിൽ ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ ചോദ്യം എഴുതിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. എവിടെയൊക്കെ സാക്ഷ്യം വഹിക്കണം എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ഉത്തരം പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് നൽകുന്നുണ്ട്. ആ വാക്യത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകതയുണ്ട്. ഈ വാക്യം പറഞ്ഞ് പിന്നെ കർത്താവ് ഉടൻ തന്നെ എന്തു ചെയ്യുകയായിരുന്നു? സ്വർഗാരോഹണം ചെയ്യുകയായിരുന്നു. അപ്പോൾ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ഏറ്റവും ഒടുവിൽ നൽകിയതായ നിയോഗമായിട്ടാണ് നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത്. പ്രവൃത്തി 1-8 നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്ന് വായിക്കാം എന്ന് കരുതുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ ഏറ്റത്തോടും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എവിടെയൊക്കെ സാക്ഷ്യം വഹിക്കണം എന്നുള്ള ചോദ്യത്തിന് അക്ഷരാർത്ഥത്തിൽ 4 ഉത്തരങ്ങൾ പറയാം. യെരൂശലേമിൽ, യഹൂദിയിൽ എല്ലായിടത്തും, ശമര്യയിൽ, ഭൂമിയുടെ അറ്റത്തോളം. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ നിയോഗം നൽകുമ്പോൾ ഇതിനൊരു അതിർത്തി വച്ചിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. പോയി പ്രസംഗിക്കണം എന്നുള്ളതായ കാര്യം നമ്മൾ ചിന്തിച്ചപ്പോൾ ഓർക്കാനിടയായിട്ട് തീർന്നു. ആരോടൊക്കെ പ്രസംഗിക്കണമെന്ന് മർക്കോസ് വിശേഷത്തിലുണ്ട്, സകല സൃഷ്ടിയോടും. അപ്പോൾ കർത്താവ് തന്നിട്ടുള്ള നിയോഗം അത് വളരെ വിസ്തൃതമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഈ വാക്കുകൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്കും സാക്ഷ്യം വഹിക്കുമ്പോൾ ഈ ക്രമം സൂക്ഷിക്കാം. യെരൂശലേമിൽ എന്ന് കർത്താവ് പറയുമ്പോൾ യെരൂശലേമിനോട് ചുറ്റിപ്പറ്റിയുള്ള സാഹചര്യത്തിലുള്ള ശിഷ്യന്മാരോടാണ് കർത്താവ് സംസാരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അവിടെ തുടങ്ങണമെന്നും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകണം എന്നുള്ളതുമായ ആ വലിയ നിയോഗമാണ് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വിസ്തൃതമായ ഉത്തരവാദിത്വമാണ് എന്നുള്ളതായ
ആ തിരിച്ചറിവോടുകൂടി അത് നിർവഹിക്കേണ്ടതിന് കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാനിവിടെ വേറൊരു വാക്യം ഒന്ന് ചേർത്ത് പറയുകയാണ്. ശിഷ്യന്മാർക്ക് കൊടുത്ത ഈ നിയോഗം എത്രയോ കൃത്യമായിട്ട് അവരവരുടെ തലമുറയിൽ നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതിൻ്റെ മുഴുവൻ ചരിത്രവും നമുക്കില്ല. പക്ഷേ ആദ്യത്തെ 30 വർഷം അവരാ ശുശ്രൂഷ എങ്ങനെ നിർവഹിക്കാനിടയായിട്ട് തീർന്നു എന്നുള്ളതിൻ്റെ ചരിത്രം നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ലഭിക്കുന്നുണ്ട്. ആ ചരിത്രത്തിലൂടെയൊക്കെ നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ അവരാ നിയോഗം ഏറ്റെടുത്ത് എത്ര കൃത്യമായിട്ടത് നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നാം കാണുകയാണ്. അപ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ നിയോഗ നിർവഹണത്തിൻ്റെ ഫലം എത്രത്തോളം മനോഹരമായിരുന്നു എന്നുള്ളതായ സത്യം വെളിപ്പെടുത്തുന്നതായ നമുക്ക് പരിചയമുള്ളൊരു വാക്യം ഞാൻ ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് ദിവസം 5-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ആരാധനയാണല്ലോ വിഷയം. നമ്മളത് പലപ്പോഴും ഓർക്കാറുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷത്താൽ സാധിച്ചതായ വലിയ കാര്യം ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിൻ്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ഈ നിയോഗ നിർവഹണം ശിഷ്യന്മാർ വിശ്വസ്തമായി നിർവഹിച്ചു എന്നുള്ളതിൻ്റെ റിസൾട്ടാണ് സ്വർഗത്തിലെ ആരാധനയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ ഓർക്കാൻ കഴിയുന്നൊരു കാര്യം, താരതമ്യേന ബലഹീനരെന്ന് ലോകം വിചാരിച്ച ശിഷ്യന്മാരാണ് ഈ നിയോഗം ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നത്. എന്നാൽ അവരുടെ തലമുറയിൽ അവരുടെ എത്ര വിശ്വസ്തമായി നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പിൽക്കാലത്ത് ഈ നിയോഗം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതിനു വേണ്ടി ആരൊക്കെ ഒരുക്കപ്പെടാനിടയായിട്ട് തീർന്നു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളായി ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം തന്നിരിക്കുകയാണ്. നമുക്ക് ഭൂമിയുടെ അറ്റത്തോളം ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരികയില്ല. എന്നാൽ നമുക്ക് സാധിക്കുന്നിടത്തോളം ഈ നിയോഗം വിശ്വസ്തമായി നിർവഹിക്കാനുള്ള വലിയ ഉൾക്കാഴ്ച ഏറ്റെടുക്കേണ്ടതിന് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഒരാളുടെ പേരൊന്ന് എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നി. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുന്ന 30 വർഷത്തെ സഭാചരിത്രത്തിൽ കർത്താവ് കൊടുത്ത നിയോഗം ഏറ്റവും തീക്ഷ്ണമായിട്ട് നിർവഹിച്ച ഒരാളെ നമുക്ക് ആ ചരിത്രത്തിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. ആരാണത്? അപ്പോസ്തലനായ പൗലോസ്. താൻ ഒടുവിൽ വന്ന ആളാണെങ്കിലും അകാലപ്രജ പോലെ എന്നാണ് അദ്ദേഹം തന്നെക്കുറിച്ച് പറയുന്നത്. എന്നിരിക്കലും കർത്താവ് കൊടുത്ത ആ നിയോഗം എത്രയോ ശുഷ്കാന്തിയോടുകൂടി ആ ദൈവ മനുഷ്യൻ നിവർത്തിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അത് വളരെ വിശദമായിട്ട് ദൈവാത്മാവ് നമുക്ക് എഴുതി തന്നു എന്നുള്ളതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന ദൈവമക്കൾക്ക് ആ ദൈവദാസൻ ഈ വിഷയത്തിലും മാതൃകയായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അദ്ദേഹം ഒത്തിരി കാര്യങ്ങളിൽ മാതൃകയാണ്. ഈ നിയോഗ നിർവഹണത്തിലും തൻ്റെ മനോഹരമായ മാതൃക വിശദമായി ദൈവാത്മാവ് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ പൗലോസിനെ കർത്താവ് വിളിക്കുമ്പോൾ പറഞ്ഞ 1-2 വാക്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട്. എങ്കിലും അതിവിടെ ഒന്ന് ചേർത്ത് വായിച്ച് പോകാം. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കാം. പ്രവൃത്തി 9-ന്റെ 15-16 വാക്യം. അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പേ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അവിടെ ഇവിടെ എവിടെയൊക്കെ സാക്ഷ്യം വഹിക്കണം എന്നുള്ളതായ ചോദ്യത്തിന് വേറൊരു ഉത്തരം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. കർത്താവ് നിയോഗം കൊടുക്കുമ്പോൾ ചില സ്ഥലങ്ങൾ ആണ് പ്രത്യേകിച്ച് പറയാനിടയായിട്ട് തീർന്നത്. എന്നാൽ ഇവിടെ ശൗലിനെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ
അവനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്ലാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പ്ലാൻ പറഞ്ഞതിൻ്റെ പശ്ചാത്തലമൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രം ആകുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ എവിടെ സാക്ഷ്യം വഹിക്കണം എന്നുള്ളതിൽ അവിടെ നമ്മൾ കാണുകയാണ്. ഈ 3 വാക്കുകളിൽ ലോകത്തിലുള്ള സകല മനുഷ്യരും ഉൾപ്പെടും. കാരണം ജാതികൾ, രാജാക്കന്മാർ, ഇസ്രയേൽ മക്കൾ, ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യം വഹിക്കേണ്ടതിന് വേണ്ടിയാണ് താൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അപ്പോസ്തലിക വൃന്ദത്തിലേക്ക് കർത്താവ് ശൗലിനെ കൂടി തിരഞ്ഞെടുക്കുമ്പോൾ ഈ മഹാനിയോഗം നന്നായി നിർവഹിക്കേണ്ടതിനു വേണ്ടിയുള്ള വേറിട്ടൊരു നിയോഗം ഈ ദൈവദാസന് കൊടുത്തിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നിയോഗ നിർവഹണം എങ്ങനെ ഭംഗിയായി നിർവഹിക്കണം എന്നുള്ളതിൽ തിരുവെഴുത്തിലുള്ള മനോഹരമായ മാതൃകയായിട്ടാണ് പൗലോസിൻ്റെ ജീവിതവും ശുശ്രൂഷയും ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇവിടെ എന്തിനാണ് പൗലോസിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അനന്യാസിന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ ഏറെ വരാറുള്ളതായ 1-2 വാക്യങ്ങൾ ഓർമ്മയിൽ വന്നു. നിങ്ങളുടെ ഓർമ്മയിലും വന്ന് കാണുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ എന്തിനാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാം മുഖാന്തരം സകല ജാതിയിലും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതൊരു വാഗ്ദത്തമാണ്. പക്ഷേ ആ വാക്യത്തിൽ അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് എന്തിനാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ച് മാത്രം പോകാം എന്ന് ഞാൻ കരുതുന്നു. 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോട് തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടത്താൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തു. അപ്പം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ എന്തിനു തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യത്തിൻ്റെ വളരെ കൃത്യമായൊരു ഉത്തരം ആ വാക്യത്തിൽ ഉണ്ട്. അപ്പോൾ ആ വാക്യത്തിൽ വലിയ വിശാലമായ ലക്ഷ്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ അബ്രഹാമിനെ എന്തിനു തിരഞ്ഞെടുത്തു എന്ന് പറയും? നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് അബ്രഹാം വീട്ടിൽ പാർക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയുന്നുണ്ട്, മക്കളോടത് കൽപ്പിക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്. അപ്പം ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുകയാണ്, നമുക്ക് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകാനുള്ളതായ വലിയ നിയോഗമാണ് കർത്താവ് തന്നിട്ടുള്ളത്. പക്ഷേ ഈ വാക്യം ചേർത്ത് പറയുമ്പോൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്വം മറ്റാർക്കും ഒരുപക്ഷെ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം, ഭൂമിയുടെ അറ്റത്തോളം പോകാൻ വേറെ ചിലർക്കുമൊക്കെ പറ്റുമായിരിക്കാം, പക്ഷെ അവർക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്തതായ ഉത്തരവാദിത്വം, വേറിട്ടൊരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതായ കാര്യം വിസ്മരിക്കരുത്. അതുകൊണ്ട് ഈ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതിൽ പ്രിയപ്പെട്ടവരെയും ഈ വലിയ ഉത്തരവാദിത്വത്തിനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതായ ആ വലിയ ബോധ്യം സൂക്ഷിച്ച് അത് വിശ്വസ്തമായി നിർവഹിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇപ്പോൾ വേദപുസ്തകത്തിൽ ഈ സത്യം പറയുമ്പോൾ ദൈവം ഓരോ കുടുംബങ്ങൾക്കും നൽകുന്നതായ വേറിട്ടുള്ള ചുമതല നമ്മൾ കാണുകയാണ്. ഒരു വാക്യം കൂടെ ഞാൻ ഈ ദിവസങ്ങളിൽ ഒത്തിരി പറയാനായിട്ട് ശ്രമിക്കാറുണ്ട്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ ഈ അബ്രഹാമിൻ്റെ മക്കളിൽ നിന്ന് ഇന്നും അവകാശപ്പെടുന്നതായ ഇസ്രയേൽ മക്കൾക്ക് ഈ നിയോഗം
യോശുവയും മോശയും ചേർന്ന് കൈമാറാനിടയായിട്ട് തീരുമ്പോൾ ഈ ഉൽപ്പത്തി 18:19 ഒരു പ്രതിധ്വനിയാണ് അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വാക്യം ഒന്നങ്ങ് വായിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. 32-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളു. അപ്പോൾ ഈ വചനമെല്ലാം മനസ്സിൽ വെച്ചുകൊള്ളണം. എന്തിനാ മനസ്സിൽ വെച്ചുകൊള്ളുന്നത്? പ്രസംഗം പറയാനല്ല, പിന്നെ നിങ്ങളുടെ മക്കളോട് ഇത് കൽപ്പിക്കണം. പ്രസംഗം അവസരം ഉണ്ടെങ്കിൽ പറയാം. പക്ഷേ അവിടെ മോശയും യോശുവയും ചേർന്ന് ഇസ്രായേൽ മക്കൾക്ക് കൈമാറുന്ന വലിയൊരു കുടുംബ നിയോഗം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 വാക്കൊന്ന് എടുത്ത് പറഞ്ഞോട്ടെ. നമുക്ക് ഈ വലിയ വചനം നമ്മുടെ മനസ്സിൽ വെച്ചുകൊള്ളാനും അത് സൂക്ഷിച്ച് നടക്കാനും നമ്മുടെ മക്കളോടത് കൽപ്പിക്കുവാനും കഴിയുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അബ്രഹാമിനോട് പറയുന്ന വാക്കുകളും ഇസ്രായേൽ മക്കൾക്ക് കൈമാറിക്കൊടുക്കുന്നതായ ഉത്തരവാദിത്വവും അതിൻ്റെ എല്ലാ പ്രാധാന്യത്തിനും സൂക്ഷിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെയൊരു സത്യം പറയുകയാണ്. നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബത്തിൽ നാം പുലർത്തുന്ന സാക്ഷ്യം എന്നുള്ളത് അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഉത്തരവാദിത്വം നമ്മൾ വിസ്മരിച്ചുകൂടാ. ഈ ഉത്തരവാദിത്വം വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? വേറെ ആർക്കും ചെയ്യാൻ പറ്റുകയില്ല. വേറെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം മാതാപിതാക്കളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വലിയ ഉത്തരവാദിത്വം വിശ്വസ്തമായി നിർവഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതിലൊക്കെയുള്ളതായ പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി ഈ കൽപ്പനയോടുള്ള നിയോഗത്തോടുള്ളതായ വിശ്വസ്തത അനുസരണം സൂക്ഷിക്കേണ്ടതിന് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് മറ്റൊരു തലം കൂടി ഈ ബന്ധത്തിൽ ഒന്ന് എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഈ ജാതികളുടെ മുമ്പിൽ സാക്ഷ്യം വഹിച്ചതിൻ്റെ അനേക ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നതായ ചരിത്രം ഏത്? 3000 പേര് ഇസ്രായേൽ മക്കളായിരുന്നു. പത്രോസാണ് പ്രസംഗം പറഞ്ഞത്. കൊർന്നേലിയോസിൻ്റെ അവിടെ അത് ജാതികളിലേക്ക് കൈമാറപ്പെട്ടു. അതെ, ഫെലിക്സിനോട് പറയുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് ഈ സാക്ഷ്യം നിർവഹിച്ചതിൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് 17-ാം അധ്യായമാണ്. 17-ാം അധ്യായമാണ് എടുത്ത് വായിക്കേണ്ട. 17-ാം അധ്യായത്തിൽ എവിടെയാണ് പൗലോസ് സാക്ഷ്യം വഹിക്കുന്നത്? അഥേനയിലാണ്. അഥേനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാത്ത വിഗ്രഹങ്ങൾ ഇല്ല. അവർക്ക് അറിയാൻ പാടില്ലാത്ത ദേവന് വേണ്ടി ഒരു വേദിക്കൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വിഗ്രഹാരാധനയുടെ കൂട്ടിൽ നിന്നുകൊണ്ടാണ് പൗലോസ് സധൈര്യം ഈ സാക്ഷ്യം നിർവഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ എത്രയോ സാഹചര്യങ്ങളിൽ നിന്ന് ആ ദൈവത്തിൻ്റെ ദാസൻ കർത്താവ് ഏൽപ്പിച്ചതായ ദൗത്യം നിർവഹിച്ചു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. 26-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും എന്ന് അന്ന് പറഞ്ഞതായ ആ വാക്കുകൾ അന്വർത്ഥമാകുമാറ് അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ നിന്ന് ഈ സാക്ഷ്യം നിർവഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അവിടെ ആ സാക്ഷി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. 26-ന്റെ 19-ാമത്തെ വാക്യത്തിൽ അഗ്രിപ്പാവിനോട് പറയുന്ന, അഗ്രിപ്പാവെ, ഞാൻ ഇന്നയോളം സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ സ്വർഗീയമായ നിയോഗത്തെ വിശ്വസ്തമായി നിർവഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ
നൽകട്ടെ. ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ആ ദൈവദാസൻ സാക്ഷ്യം വഹിച്ചു. എന്നെ അതിനേക്കാൾ സ്പർശിച്ചതായ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് ഓർപ്പിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു കാലം, വർഷങ്ങൾ താൻ കാരാഗൃഹത്തിലാണ് ചെലവിടുവാൻ ഇടയായിട്ട് തീർന്നത്. നമുക്ക് തോന്നും ഈ കാരാഗൃഹത്തിൽ ഇങ്ങനെ ദൈവദാസൻ അടയ്ക്കപ്പെട്ടു പോയല്ലോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാനുള്ളതായ സാധ്യതയുണ്ട്. നമുക്ക് തോന്നില്ലായിരിക്കാം. കാരണം ആ കാരാഗൃഹവാസം തൻ്റെ സാധാരണ ജീവിതത്തിൽ സന്ധിക്കാൻ സാധിക്കാത്ത എത്രയോ പേരെ സന്ധിക്കുന്നതിനും അവരുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്നതിനും മുഖാന്തരമായിട്ട് തീർന്നിട്ടുണ്ട്. അതിൻ്റെ വാക്യങ്ങളൊന്നും നമ്മൾ വായിക്കുന്നില്ല. ഫിലേമോൻ്റെ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു മോഷ്ടാവായി തീർന്ന് കാരാഗൃഹത്തിലെത്തിയ ഒരാളുടെ കാര്യം പറയണ്ടല്ലോ, ഒനേസിമോസ്. അപ്പോൾ ഒരുമിച്ച് കാരാഗൃഹത്തിലായിരുന്നപ്പോൾ പൗലോസ് അവനോട് വചനം പറയാനും ഈ കൃപയിലേക്ക് നയിക്കാനും ഇടയായിട്ട് തീർന്നു എന്നുള്ളതിനാൽ മുമ്പേ പ്രയോജനമില്ലാത്തവനെന്ന് വിധിക്കപ്പെട്ടിരുന്നതായ ഒനേസിമോസ് ഏറെ പ്രയോജനമുള്ളവനായി രൂപാന്തരപ്പെട്ടു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, പ്രതികൂലമെന്ന് പൊതുവെ വിചാരിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലും നമുക്ക് ദൈവകൃപയിൽ വിനയപ്പെട്ടിരുന്നാൽ പ്രയോജനപ്പെടാനായിട്ട് സാധിക്കും. സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധാരണ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന സാഹചര്യത്തിലും സാക്ഷ്യം വഹിക്കുവാനുള്ളതായ വലിയ സാധ്യതകളെ ദൈവം ഒരുക്കിത്തരുന്നു എന്നുള്ളതായ മനോഹരമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രതികൂലങ്ങൾ നമുക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങളിലേക്കൊക്കെ പോയാൽ ഇനി സാക്ഷ്യം പറയലും പ്രസംഗമൊന്നും നടപ്പില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കാനായിട്ട് ആവശ്യമില്ല. പിന്നെയോ ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും നമ്മുടെ കർത്താവ് തന്ന നിയോഗ നിർവഹണത്തിന് നമ്മൾ ഒരുക്കമാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഒരുക്കി തരാനായിട്ട് നമ്മുടെ കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാക്ഷ്യം വഹിക്കുന്നതിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ളതായ സാധ്യതകളെ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഒരു റെഫറൻസ് ഒന്ന് കുറിച്ചിട്ടാൽ മതി. ഫിലിപ്പ് ലേഖനം അവസാനിപ്പിക്കുമ്പോൾ 24-ാം അധ്യായത്തിൽ 21-22 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ക്രിസ്തുയേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവിൻ, എന്നോട് കൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പോൾ പിന്നെ വിശുദ്ധന്മാരെല്ലാവരും, വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പോൾ ഈ മനുഷ്യനെ കാരാഗൃഹത്തിൽ പിടിച്ചിട്ടപ്പോൾ ഈ കൈസർ അരമനയിലുള്ള പല ആളുകളും സുവിശേഷം കേൾക്കാനും കൃപയിലേക്ക് വരാനും മുഖാന്തരമായിട്ട് തീർന്നു എന്നുള്ളത് നാം ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ മനോഹരമായ മാതൃകയാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളെ ദൈവത്തിന് എങ്ങനെ അനുകൂലമാക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടത് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രതികൂലമായ വഴികളിലൂടെ നമ്മൾ പോകുന്നു എന്ന് തോന്നുമ്പോൾ നാം നിൽക്കേണ്ടതുപോലെ നിന്നാൽ നമ്മുടെ യജമാനന് ഏത് സാഹചര്യത്തിലും നമ്മെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തലമുറയിൽ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതായ വലിയ ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തമായി നിവർത്തിക്കേണ്ടതിന് ദൈവാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് ഫിലിപ്പ് ലേഖനം തുടങ്ങുമ്പോൾ പൗലോസ് പറയുന്നൊരു വാക്ക് നമ്മൾ പലപ്പോഴും ഓർക്കാറുള്ളതായൊരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഹേതുവായി കാരണമായിട്ട് തീർന്നു എന്നുള്ളത് എത്ര സന്തോഷത്തോടു കൂടിയാണ് താൻ സാക്ഷിക്കുന്നത്. കാരണം താൻ കാരാഗൃഹത്തിലാണെങ്കിലും തനിക്കുണ്ടായ ഈ പ്രതികൂലമായ സാഹചര്യങ്ങൾ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നുള്ളത് താൻ മനോഹരമായിട്ട് അവിടെ
ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, നാം കടന്നു പോകുന്ന എല്ലാ വഴികളും ചില പ്രതികൂല സാഹചര്യങ്ങളും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് മുഖാന്തരമാക്കി രൂപപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. അപ്പം അതുകൊണ്ട് ആ വലിയ പ്രചോദനവും മാതൃകയും പൗലോസിൽ നിന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ആ വാക്കൊത്തിരി വിശദീകരിക്കുന്നില്ല, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാം എന്ന് ഞാൻ കരുതുകയാണ്. പൗലോസ് കാരാഗൃഹത്തിലായപ്പോൾ പുറത്തുള്ള സ്വതന്ത്രരായ പല വിശ്വാസികളും ആ കാരാഗ്രഹവാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പൗലോസ് കാരാഗ്രഹത്തിലായി. പൗലോസ് നിർവഹിച്ചുകൊണ്ടിരുന്ന ശുശ്രൂഷ നമുക്ക് നിർവഹിക്കാം എന്നുള്ള ഉത്സാഹത്തിൽ അനേകർ ആ ശുശ്രൂഷയ്ക്ക് ഒരുക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, പൗലോസായിരുന്ന സാഹചര്യത്തിൽ എത്രയോ പേരോട് തനിക്ക് പുറത്ത് കണ്ടെത്താൻ കഴിയാത്ത എത്രയോ പേരോട് സാക്ഷ്യം പറയുവാൻ, അവരെ കൃപയിലേക്ക് നയിക്കുവാനായിട്ട് പൗലോസിന് സാധിച്ചു എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ പൗലോസിൻ്റെ സാക്ഷി ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് ധ്യാനിക്കാനായിട്ട് സാധിക്കും. അതൊന്ന് വിശദമായി ധ്യാനിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് സാക്ഷ്യം വഹിച്ച ആ വഴിയിൽ നമുക്കും മാതൃകയോടെ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് ദൈവം നമ്മെ ആക്കുന്ന സ്ഥാനത്ത് അതെവിടെയായിരുന്നാലും ആ ഉത്തരവാദിത്വം ശരിയായി നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് കൂടി ഞാൻ വരാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഏതിനൊക്കെ സാക്ഷ്യം വഹിക്കണം? ഏതിനൊക്കെ സാക്ഷ്യം വഹിക്കണം? ഇതിൻ്റെ ഒരു ഉത്തരം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം പോയി പ്രസംഗിക്കുന്നുള്ള ഈ കാര്യം ഞാൻ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യവും അന്ന് പറഞ്ഞിരുന്നു, ചുരുക്കമായി വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ഏതിനൊക്കെ സാക്ഷ്യം വഹിക്കണം? പറയാമോ? അപ്പോൾ കർത്താവ് 4 പ്രസംഗ വിഷയങ്ങൾ അവർക്ക് കൊടുത്തു. അത് കർത്താവിനെക്കുറിച്ച് എഴുതിയിരുന്ന തിരുവെഴുത്തുകൾ ഉദ്ധരിച്ചാണ് കർത്താവ് അത് നൽകിയത്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന് 46, 47 വാക്യങ്ങളിലാണ് നാം അത് വായിക്കുന്നത്. വായിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചില ക്ലാസ്സുകൾ അത് വിശദീകരിക്കാനായിട്ട് ഉപയോഗിച്ചതാണ്. എന്നിട്ട് 48-ാമത്തെ വാക്യം ഒരു കൊച്ചു വാക്യമാണ്. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. അപ്പോൾ കർത്താവ് പ്രസംഗിക്കാനുള്ളതായ ആ വിഷയം അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. അപ്പോൾ അത് പ്രസംഗിക്കണം. അപ്പോൾ നമ്മൾ പോയി പ്രസംഗിക്കുക എന്നുള്ളതായ നിയോഗം നിർവഹിക്കുമ്പോൾ കർത്താവ് കഷ്ടമനുഭവിച്ച് മരിച്ച കാര്യം, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കാര്യം, അവൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെടേണ്ട കാര്യം, മാനസാന്തരപ്പെട്ടവർക്ക് ലഭിക്കുന്ന പാപമോചനത്തിൻ്റെ കാര്യം ഒക്കെ നമുക്ക് പ്രസംഗിക്കാനായിട്ട് സാധിക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. അപ്പോൾ ഏതിനൊക്കെയാണ് സാക്ഷ്യം വഹിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ 4 കാര്യങ്ങൾക്ക് പ്രായോഗികമായി സാക്ഷ്യം വഹിപ്പാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസംഗവും സാക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഈ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു. ഒരു പ്രസംഗം വേണമെങ്കിൽ ഈ 4 കാര്യത്തെക്കുറിച്ചൊരു പഠനം നടത്തിയാൽ പ്രസംഗം പറയാൻ പാടില്ലേ? പ്രസംഗം പറയാം. അങ്ങനെ ഒത്തിരി പേര് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നത് ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് പുസ്തകം വായിച്ചാൽ പറ്റുമല്ല, പിന്നെ അതവരുടെ അനുഭവം
ആയിരിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആ 4 കാര്യങ്ങളോട് കടന്നു പോയപ്പോൾ അതിൻ്റെ പ്രായോഗിക ജീവിതത്തോട് ബന്ധപ്പെട്ട ചില പാഠങ്ങളും ചേർത്ത് ഓർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒത്തിരി വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഒരു ചെറിയ വിശദീകരണം സാക്ഷ്യം വഹിക്കുക എന്ന ആശയത്തിൽ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിൽ ആദ്യത്തെ പ്രസംഗ വിഷയത്തെക്കുറിച്ച് ചുരുക്കം ചില വാക്കുകൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ മരണത്തിൻ്റെ സാക്ഷ്യം വഹിക്കണം. അപ്പോൾ ഈ മരണത്തെക്കുറിച്ച് നമ്മൾ ധാരാളം പ്രസംഗിക്കേണ്ടവരാണ്. കാരണം ദൈവസ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടത് ഈ മരണത്തിലാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഞാൻ ഇപ്പോൾ പറയുന്നതായ കാര്യം, നമ്മൾ ആ സത്യം വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിലേക്ക് വരാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ ദൈവകൃപയിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ മരണത്തിൻ്റെ പ്രസക്തിയൊക്കെ മാറിയില്ല. നമ്മൾ ആ മരണത്തിൻ്റെ ഊർജത്തിലാണ് ജീവിക്കേണ്ടതുപോലെ ജീവിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അതിൽ ഞാൻ 2-3 വാക്യങ്ങളൊന്ന് പരാമർശിക്കാം. അത് നല്ല പരിചയമുള്ള വാക്യമാകൊണ്ട് ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യം വരികയില്ല. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം സ്നാനത്തിൽ അവൻ്റെ മരണത്തിൽ പങ്കാളികളായിട്ട് തീരുകയാണ്. വേറെയും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ നാം സ്നാനത്തിൽ അവൻ്റെ മരണത്തിൽ പങ്കാളികളായിട്ട് തീരുകയാണ്. ആ അടക്കത്തിലും പുനരുദ്ധാനത്തിലും ഒക്കെയുള്ള പങ്കാളിത്തമുണ്ട്. എന്നാൽ ഞാനിപ്പോൾ ഈ മരണത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. ഈ മരണത്തിലുള്ളതായ നമ്മുടെ പങ്കാളിത്തം എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ചിന്തിക്കേണ്ടുന്നതായൊരു കാര്യമാണ്. പിന്നെ നമ്മൾ കർത്തൃമേശ ആചരിക്കുമ്പോൾ 1 കൊരിന്ത്യർ 11:26 വാക്യത്തിൽ നാം എന്താ പ്രസ്താവിക്കുന്നത്? നാം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതലിൻ്റെ ദൈനംദിന ജീവിതം വിജയകരമായി നിർവഹിക്കുന്നതിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മഹത്വവും ആ മഹത്വം ഉൾക്കൊണ്ട് സാക്ഷ്യം വഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു വാക്യോടെയും പറയുന്നു, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കർത്തൃമേശ ആചരിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലാണ്. പക്ഷേ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം മരണത്തോട് ബന്ധപ്പെട്ട് അവിടെ വായിക്കുന്നുണ്ട്. ആ വാക്യം പരിചയമുള്ളതാണെങ്കിൽ നമുക്കൊന്ന് വായിച്ചു പോകാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കും. അപ്പോൾ അവിടെ പറയുന്നത് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഇനി ഞാൻ അവിടെ നിന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. യേശുവിൻ്റെ മരണം എപ്പോഴും ശരീരത്തിൽ വസിക്കുന്നൊരാളിൽ യേശുവിൻ്റെ ജീവൻ എങ്ങനെയാണ് വെളിപ്പെടുന്നത്? അതല്ലേ ആ വാക്യത്തിൽ പറഞ്ഞേക്കണത്. അപ്പോൾ യേശുവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടണമെങ്കിൽ യേശുവിൻ്റെ മരണം എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നമ്മൾ വഹിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രായോഗിക അനുഭവമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പോൾ ഈ യേശുവിൻ്റെ മരണം ശരീരത്തിൽ വഹിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം 8-9 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് വായിച്ചിട്ട് ഒരു സൂചന മാത്രം പറയാം. എന്നിട്ടാണല്ലോ 10-ാം വാക്യം എഴുതുന്നത്. അപ്പോൾ 8-9 ഒന്ന് വായിച്ചോളൂ. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ഈ 2 വാക്യങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ദാസൻ
രേഖപ്പെടുത്തുന്നത്. നമുക്ക് പരിചയമുള്ള വാക്യമാണ്, കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങി ഇരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ച് പോകുന്നില്ല. അപ്പം നമ്മളിവിടെ നിന്ന് എന്ത് മനസ്സിലാക്കണം? ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഉപദ്രവമുണ്ട്, വീഴ്ച ഉണ്ട്. പാപത്തിൽ വീഴുന്ന കാര്യമല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ വീഴ്ചയുടെ അനുഭവങ്ങൾ, നിരാകരണത്തിൻ്റെ അനുഭവങ്ങൾ ഒക്കെ ക്രിസ്തീയ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ സാക്ഷ്യം മങ്ങിപ്പോകാനുള്ളതായ സാധ്യത ഉണ്ട്. ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ നിരാശപ്പെട്ടു പോയാൽ ആ വിശ്വാസി കൊടുക്കുന്ന സാക്ഷ്യം എന്തായിരിക്കും? വളരെ വികലമായ സാക്ഷ്യം ആയിരിക്കും, അല്ലേ? വളരെ വികലമായ സാക്ഷ്യം ആയിരിക്കും. പക്ഷേ ഞാനിവിടെ ഓർപ്പിക്കട്ടെ, അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ക്രിസ്തു എന്നിൽ ജീവിക്കേണ്ടത്, വെളിപ്പെടേണ്ടതിന് വേണ്ടി ഞാനെപ്പോഴും ആ മരണത്തെ എൻ്റെ ശരീരത്തിൽ വഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതായ കാര്യം, നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ മരണത്തിനൊരു വലിയ പ്രത്യേകത നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ആ പ്രസംഗ വിഷയം പറയുമ്പോൾ അതിലുണ്ടല്ലോ, നമ്മുടെ കർത്താവിൻ്റെ മരണം കഷ്ടാനുഭവ മരണമാണ്. അപ്പോൾ വിരോധം സഹിച്ചവൻ്റെ മരണം പ്രതികൂലമായ സാഹചര്യത്തിൽ നമുക്കുള്ളതായൊരു ഔഷധമാണ്. നമുക്കറിയാം അത്. ഞാനൊന്ന് കണക്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ക്ഷീണമുണ്ട്, മടുപ്പ് അനുഭവപ്പെടാനുള്ളതായ സാധ്യതയുണ്ട്, പിന്നെ സകല ഭാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതായ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ മടുപ്പിക്കാവുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഔഷധമായി പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളായി തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ മരണം, ആ മരണത്തിൻ്റെ മഹത്വം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീരുമ്പോൾ നാം അടുത്തൊക്കെ പോകാവുന്ന സാഹചര്യങ്ങളിൽ ഈ ചിന്ത, ഈ ധ്യാനം നമ്മുടെ എല്ലാ മടുപ്പും മാറ്റുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് എടുത്തു പറഞ്ഞ് നിർത്താം എന്ന് ആഗ്രഹിക്കുകയാണ്. 1-ാം വാക്യത്തിൽ എബ്രായർ 12:1 ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഓട്ടം എന്തിനെ കുറിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശുശ്രൂഷയെ കുറിക്കുകയാണ്. ശുശ്രൂഷയുടെ വഴിയിൽ എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടാകാം. പൗലോസിനെ കർത്താവ് ഏൽപ്പിച്ച് ഈ ശുശ്രൂഷയുടെ വഴിയിൽ എന്തെല്ലാം പ്രതികൂലത്തിലൂടെയാണ് പോയത്. ഒരു സന്ദർഭത്തിൽ മരിച്ചുപോയി എന്ന് വിചാരിച്ച് മതിലിലൂടെ പുറത്ത് ആക്കിക്കളയാനിടയായി തീർന്ന സംഭവം പോലും ഉണ്ടാകാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. പക്ഷേ താൻ എഴുന്നേറ്റ് നിന്ന് വിശ്വാസികളെ ധൈര്യപ്പെടുത്തി അവിടെ നിന്ന് പുറപ്പെട്ടു പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷ, ഓട്ടം അത് സ്ഥിരതയോടെ നിർവഹിക്കാം. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആരെ നോക്കണം? യേശുവിനെ നോക്കണം. പിന്നെ 3-ാമത്തെ വാക്യത്തിൽ ആരെ ധ്യാനിക്കണം? വിരോധം സഹിച്ചവനെ ധ്യാനിച്ച് കൊള്ളുവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നവർ സകല ഭാരത്തെയും മടുപ്പിനെയും ക്ഷീണത്തെയും വിരോധത്തെയും വിജയകരമായി
അതിജീവിക്കും. യേശുക്രിസ്തുവിൻ്റെ മരണം, അതിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരും. ഇനി നല്ല പരിചയമുള്ള റെഫറൻസ് പറഞ്ഞ് ഞാൻ നിർത്താം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല ഇപ്പോൾ നമുക്കറിയാം. അത് നാം അവൻ്റെ കാഴ്ചയോട് പിന്തുടരുവാനൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ താൻ കടന്നുപോയ പ്രതികൂലങ്ങൾ പറയാണ്. തന്നെ ശകാരിച്ചു, പകരം ശകാരിച്ചില്ല. കഷ്ടമനുഭവിച്ചു, ഭീഷണം പറഞ്ഞില്ല. ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ച്. എന്നിട്ട് 24-ാമത്തെ വാക്യത്തിൽ പറയുക, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നമ്മൾ ഒടുവിൽ പാടിയ പാട്ടിൽ നമ്മൾ നമ്മുടെ കർത്താവിനെ അനുഗമിക്കുന്നത് കുരിശെടുത്തുകൊണ്ടാണ് അനുഗമിക്കുന്നത്. കുരിശി മരണത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുരിശെടുക്കാൻ ഒരുക്കമുണ്ടെങ്കിൽ ഏത് വിരോധത്തെയും, ഏത് പ്രതികൂലത്തെയും, ഏത് മടുപ്പിനെയും നമുക്ക് വിജയകരമായിട്ട് അതിജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു ദൈവ പൈതൽ പ്രതികൂലത്തിൻ്റെ നടുവിൽ പരാജയപ്പെടാതെ വിജയകരമായിട്ട് അതിനെ അതിജീവിക്കുമ്പോൾ നാം നമ്മുടെ കർത്താവിൻ്റെ മരണത്തിൻ്റെ മഹത്വം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ മരണത്തിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടതിന് വേണ്ടി തത്സമയത്ത് പ്രയോജനപ്പെടുത്തി ജയാളികളായിട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമുക്ക് അവൻ്റെ മരണത്തിൻ്റെ സാക്ഷ്യം ഓരോ ദിവസവും നിർവഹിക്കാം. നമ്മുടെ വാക്കുകൊണ്ട് സാക്ഷ്യം പറഞ്ഞ് നിർവഹിക്കാം. നമ്മുടെ ജീവിതം കൊണ്ടും പ്രതികൂലങ്ങളെ വിജയകരമായിട്ട് അതിജീവിക്കുന്നതിലൂടെയും അത് നിർവഹിച്ച് ജയാളികളായിട്ട് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.